കേരളം കണ്ട ഏറ്റവും വലിയ ഭീരുവായ പ്രതിപക്ഷ നേതാവായി വി.ഡി. സതീശൻ മാറിയിരിക്കുകയാണ്. മുൻ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല തന്നെ ഇന്ന് സഭയിൽ സൂചിപ്പിച്ചു, സഭ ഇന്ന് വരെ കാണാത്ത ചില പ്രത്യേകതകളാണെന്ന് കണ്ടിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറഞ്ഞു, നിങ്ങളൊക്കെ കേട്ടതായിരിക്കും അത്. അടിയന്തര പ്രമേയത്തിന് വേണ്ടി പ്രതിപക്ഷം നോട്ടീസ് നൽകുന്നു. മുഖ്യമന്ത്രി അടിയന്തര പ്രമേയത്തിന് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. പിന്നെ പ്രതിപക്ഷ നേതാവ് ഓടിയെടുത്ത് പുല്ല് മുളച്ചിട്ടുണ്ടാവില്ല. മലപ്പുറം ജില്ലയെ ഇടതുപക്ഷ സർക്കാർ രാഷ്ട്രീയമായി മറ്റു പല നിലയിലും കരിവാരി തേക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം. മറ്റൊന്ന് RSSുമായി ഇടതുപക്ഷത്തിന് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ളതായിരുന്നു മറ്റൊരു ആരോപണം. ഇത് രണ്ടും ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥിതി എന്താകും? പുറത്ത് ആംബുലൻസ് വെക്കേണ്ടി വരും, സ്ട്രെച്ചറിലെടുത്ത് കൊണ്ടുവേണ്ടി വരും. ഇത് മനസ്സിലാക്കിയിട്ടാണ് ആ ഭീരു ഓടി ഒളിച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയെക്കുറിച്ച് ചർച്ച വന്നാൽ ഞങ്ങൾക്ക് പറയാനുണ്ട്. മലപ്പുറം ജില്ല വേണോ വേണ്ടയോ എന്നുള്ള ചർച്ച നടന്നു. ഇടതുപക്ഷ ഗവൺമെൻറ് അത് നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. അന്ന് മലപ്പുറം ജില്ല വേണ്ട എന്ന് പറഞ്ഞ് പ്രക്ഷോഭം നടത്തിയത് ഈ ഭീരു പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയാണ്. അദ്ദേഹത്തിനെ ഒരു സെമിനാറിനൊക്കെ വിടാം, എന്നാൽ ഇതുപോലുള്ള ഒരു ഫൈറ്റിൽ വർത്തമാനം പറയാൻ പറ്റും. ഞാൻ വ്യക്തിപരമായി ആക്ഷേപിക്കില്ല, അദ്ദേഹം എപ്പോഴും വ്യക്തിപരമായി ആക്ഷേപിക്കില്ല, ഞാൻ അങ്ങനെ ആക്ഷേപിക്കാൻ ഉദ്ദേശിച്ചതല്ല. ഒരു സെമിനാറിന് വിടാം. സമരാനുഭവം ഇല്ലാത്തതിൻ്റെ ഭാഗമായി ഇതുപോലുള്ള ഘട്ടങ്ങളിൽ ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. കുറേ ഡയലോഗ് ഇങ്ങനെ അടിക്കും, വെറും ഡയലോഗായി മാറുന്ന സ്ഥിതി വരുന്നു. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.